കാരണം ആ സമയത്ത് ആൺകുട്ടിക്ക് 3 മക്കളുണ്ടായിരുന്നു. അപ്പം കോൺടാക്ട് ചെയ്യുന്ന ടൈമിന് ആൾ വിവാഹമോചിതനായിരുന്നു. മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി, മാച്ച് മേക്കിംഗ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ സ്റ്റോറി ഏതാണല്ലേ, എന്താണല്ലേ? അപ്പോൾ പറയാം. ചെറിയ പ്രായത്തിൽ, അതായത് പക്വതയില്ലാത്ത പ്രായത്തിൽ ഒരാൺകുട്ടിയുടെ വിവാഹം നടത്തിയ ഒരു സ്റ്റോറിയാണ് ഇത്. ഈ ആൺകുട്ടി ആ വിവാഹം ആ പ്രായത്തിൽ തനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ആ ആൺകുട്ടിയുടെ വിവാഹം നടത്തി. അപ്പോൾ ആ ഒരു ആൺകുട്ടിയുടെ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം അറിയണ്ടേ? അപ്പോൾ ആ സ്റ്റോറിയിലേക്ക് പോവാം. വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് സർവീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന ടൈമിന് ആ ആൺകുട്ടിയുടെ പ്രായം ഏകദേശം 47 കഴിഞ്ഞ് 48ലേക്ക് കടക്കുന്നു. ആളുടെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ മിസ്സാകുന്നത് പോലെ തോന്നി. അപ്പം കുറച്ച് സമയം ആളുമായിട്ട് സംസാരിക്കണമെന്ന് തന്നെ തോന്നി. അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചു. എന്താണ് ലൈഫിൽ സംഭവിച്ചത്? അപ്പം കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിന് ആൾ വിവാഹമോചിതനായിരുന്നു. അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ നോക്കുന്നുണ്ട്. അപ്പം ഈ ആൺകുട്ടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നല്ലേ. ഈ വിവാഹാലോചന നോക്കുന്ന സമയത്ത് വിവാഹമോചിതനായ ആൺകുട്ടിക്ക് 3 മക്കളുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ആൾ വിവാഹമോചിതനായി എന്നല്ലേ. ഈ ആൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയം ഏകദേശം 23, 24 ആ ഒരു പ്രായമായിരുന്നു ആൾക്ക്. ആ ആലോചന വന്ന സമയത്ത് ആൺകുട്ടി പറഞ്ഞു വേണ്ട. പക്ഷേ ആൺകുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ച് നോക്കുമ്പം അവരുടെ മകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആലോചനയായിരുന്നു. കാരണം ആ വീട്ടുകാരുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവർക്ക് വന്ന ആലോചന അവരെക്കാളും വളരെ ഉയർന്ന നിലയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മകനെ ആ പെൺകുട്ടിയായിട്ട് അവരുടെ മകൻ്റെ വിവാഹം നടത്താൻ തന്നെ, അത് നിർബന്ധിച്ച് നടത്താൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനൊക്കെ തുടങ്ങി. കാരണം വിവാഹം കഴിച്ചല്ലോ, ഇനി കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, അപ്പോൾ എടുത്തു പറയാൻ പറ്റിയ ഒരു ജോലി ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആൾക്കറിയാവുന്ന കുറച്ച് ജോലിയൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ നമുക്ക് സെയിം ടൈം തന്നെ ഈ പെൺകുട്ടിയുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ പെൺകുട്ടി വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി എന്നേക്കാൾ എടുത്തു പറയാൻ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ ജീവിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ്. സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ ഫാമിലിയും. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് പൊരുത്തപ്പെടാൻ മുന്നോട്ട് പോകുന്തോറും പറ്റാതെയാവുന്നു. എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നാലും അത് എപ്പോഴും ആവർത്തിച്ച് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഈ ആൺകുട്ടിക്ക് അവസാനം കൈകാര്യം ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ അയാൾ ജോലിയുടെ കാര്യം പറഞ്ഞ് ഇനിയിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊന്നും ശരിയല്ല, ജോലിയുടെ ഒരു കാര്യം എടുത്തു പറഞ്ഞ് അവിടെ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ അയാൾക്ക് ഒരു പ്രവൃത്തി പരിചയവും ഇല്ലാത്ത ഒരു മേഖല അയാൾ തിരഞ്ഞെടുക്കുകയും അതിലേക്ക് അയാൾ ഫോക്കസ് ചെയ്യുകയും ചെയ്തു. അതിലേക്ക് അയാൾ കുറച്ചധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പക്ഷേ എന്തുകൊണ്ടെന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ വളരെ നഷ്ടത്തിൽ, അതായത് അയാൾ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. ആൺകുട്ടി വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ അതെല്ലാം ഫ്ലോപ്പായി പോയി. അതോടൊപ്പം തന്നെ വൻ നഷ്ടവും സംഭവിച്ചു. സ്ഥലമായിട്ടും കൂടായിട്ടും ഒക്കെയല്ലേ ഈ പറയുന്ന ഭാര്യയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. അവരുടെ കുടുംബമല്ലേ, ഭാര്യ ഭർത്താവ്, എല്ലാം അവർക്ക് നഷ്ടമായി. പ്രോപ്പർട്ടി ആയിരുന്നാലും ഗോൾഡായിരുന്നാലും എല്ലാം. അപ്പം ഇങ്ങനെ വന്നപ്പം വീണ്ടും ഓൾറെഡി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ ഇതും കൂടെ സംഭവിച്ചതോടുകൂടി അത് വലിയ പ്രശ്നത്തിലേക്ക് പോയി എന്നുള്ളതാണ്. വീണ്ടും അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു. അപ്പോൾ ഇതിനോടകം തന്നെ അവർക്ക് 3 മക്കളും ഉണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് പോകും തോറും ജീവിതം ഒരു കാരണവശാലും പരസ്പരം 2 പേർക്കും മനസ്സിലാക്കി ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സ്റ്റേജിലേക്ക് മാറി. പിന്നെ എന്ത് ചെയ്യാനാ? കാരണം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാലും, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം പോയിരുന്നാലും വീണ്ടും
പഴയ ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ പോകുന്നു. രണ്ടു പേർക്കും നല്ലൊരു പരസ്പരം മനസ്സിലാക്കി ഒരു കാരണവശാൽ അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനോ പ്രവർത്തിക്കാനോ രണ്ടു പേർക്കും സാധിച്ചില്ല. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പരസ്പരം പിരിയാം എന്ന് തന്നെ അവർ തീരുമാനമെടുത്തു. ഒരുപാട് ശ്രമം നടത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. തീരുമാനം എടുത്തതിന് ശേഷം അവർ വിവാഹമോചിതരായി. അതിനുശേഷം അവരെക്കുറിച്ച് യാതൊരു കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. എക്സ് വൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ വിവാഹം നോക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വിവാഹമോചനം നടന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ ആളാണ് വിവാഹം നോക്കുന്നത്. അപ്പം ആൾക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ആലോചനകളൊക്കെ നോക്കി തുടങ്ങി. പക്ഷേ ഈ പറയുന്ന കണക്ക് പലരുടെയും ഈ ഒരു ആലോചനയായിട്ട് സമീപിക്കുമ്പോൾ നമുക്ക് റിയൽ സ്റ്റോറി അവരുടെ ലൈഫിൽ, ആൺകുട്ടിയുടെ ലൈഫിൽ എന്ത് നടന്നു, എന്തുകൊണ്ട് ആൺകുട്ടി വിവാഹമോചിതനായി, 3 കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വരും. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വരും. ഡിവോഴ്സിലേക്ക് പോയി എന്നുള്ളത്. ഒരു കുഞ്ഞല്ല, 3 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവിടെ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്നൊന്നും ആൾക്കൊരു വിവാഹം റെഡിയായി വന്നില്ല. കാരണം അറിയാലോ, വിവാഹമോചിതനാണ്, അതോടൊപ്പം തന്നെ 3 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞായിരുന്നാലേ പ്രശ്നമുള്ള കാലമാണ്. അപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടൊക്കെ. പിന്നെ ഒരു ആലോചന കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് മരണപ്പെട്ടു. അവർക്ക് 2 കുട്ടികളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ സ്ത്രീ അത്യാവശ്യം സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലയിലുണ്ടായിരുന്നു. അവർക്ക് ഏകദേശം ഈ സെയിം ഏജും തന്നെയായിരുന്നു. അവർക്ക് കൂടെ ഒരു കൂട്ട്, കാരണം മക്കളൊക്കെ വിവാഹം കഴിച്ചു. 2 പെൺകുട്ടികളായിരുന്നു. 2 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു വിട്ടു. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ ആൺകുട്ടിയുടെ വിദ്യാഭ്യാസമോ സാമ്പത്തികത്തിനോ ഒന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്കൊരു കൂട്ട് വേണം എന്ന് മാത്രമേ ആൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടിയുടെ ഒരു സ്റ്റോറി ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കൊക്കെ ഓക്കെ ആയിരുന്നു. ആളുടെ സ്റ്റോറി വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പോലും മറച്ചു വയ്ക്കാതെ വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞതുകൊണ്ടാണ് ആൾക്ക് വിവാഹാലോചന നോക്കുന്ന കാര്യത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും വളരെ ആർഭാടപൂർവ്വമൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു വിവാഹം കഴിച്ചു. പക്ഷെ അവർ രണ്ടുപേരും ഈ പറഞ്ഞ പുരുഷനും സ്ത്രീയും സ്ത്രീ അവരുടെ മക്കളുടെ കാര്യമൊക്കെ നോക്കി എല്ലാം ചെയ്തു പോകുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പുരുഷൻ അവരുടെ 3 മക്കളുടെ കാര്യത്തിലും ഈ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം അവരുടെ സഹായമുണ്ട് കേട്ടോ. ഈ സ്ത്രീ വളരെ നല്ലൊരു സ്വഭാവമുള്ളവരാണ്. അവർക്ക് അവരുടെ മക്കൾ അങ്ങനെയില്ല. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികം ഉള്ളത് കൊണ്ട് തന്നെ അവർ വിവാഹം കഴിച്ച ആടെ മക്കളെയും അവരുടെ മക്കളായിട്ട് തന്നെ കരുതി ആ കുട്ടികളുടെ പഠനത്തിന്, ഈ പറഞ്ഞ പുരുഷൻ്റെ 3 മക്കളും വിവാഹം കഴിച്ചിട്ടില്ല. ആ 3 മക്കളുടെ പഠനത്തിനും എല്ലാം ഈ പറഞ്ഞ സ്ത്രീ ഇയാൾ വഴി അവർക്ക് സഹായം നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ എന്താണെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവരവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തുറന്നു പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വിവാഹാലോചന നോക്കുന്ന കാര്യത്തിൽ അവരവർക്ക് തന്നെ സഹായകരമാകും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു സ്റ്റോറിയുമായി കാണാം.